അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഗതിയുടെയും ആലംബഹീനൻ്റെയും ഒക്കെ ഒരു പ്രതീക്ഷാ കേന്ദ്രം കൂടിയായ CH സെൻറ്റർ അതിൻ്റെ ദശവർഷ പ്രയാണത്തിൻ്റെ നിറവിലും ധന്യതയിലും ഈ നാടിൻ്റെ ഒരു സിഗ്നേച്ചറായി മാറിക്കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തിൻ്റെ സവിശേഷമായ ഒരു മുഹൂർത്തത്തിലാണ് ഇങ്ങനെ ഒരു സുന്ദരതരമായ മധ്യാഹ്നത്തിൽ ഈ ഒരു വാർഷികത്തിൻ്റെ മുറ്റത്ത് നമ്മളെല്ലാം സാമോദം സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്കമാർ അല്ലെങ്കിൽ കാരണവന്മാരായിരിക്കുന്ന ഉപ്പമാർ മുതൽ അങ്ങോട്ടുള്ള നമ്മളൊക്കെ കണ്ടു ശീലിച്ച ഒരു നാട്ടുവഴിയുണ്ട് ഇവിടെ. അത് മുസ്ലിം ലീഗിൻ്റെ സമത്വ സുന്ദരമായിരിക്കുന്ന ഒരു ഹരിത വഴിയാണ്. ഈ വഴി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കൃതജ്ഞതയോടുകൂടെ ഇന്നും പ്രാർത്ഥനാപൂർവം ഓർക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ. നമുക്ക് തണൽ വിരിച്ച ഒരുപാട് മാമരങ്ങളുണ്ടായിരുന്നു. ആ മാമരങ്ങളുടെ ചോട്ടിൽ പോയി ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈ വെട്ടുപാറയുടെ ഓരം പറ്റിയിരിക്കുന്ന ചാലിയാറിൻ്റെ അപ്പുറത്തെ മലയിൽ നിന്ന് നമ്മളെ തഴുകിത്തലോടുന്ന മന്ദസമീരനെ പോലെ, ഒരു ഇളം തെന്നലിനെ പോലെ സീൽക്കാരം മുഴക്കി പ്രഭാത നേരങ്ങളിലും സന്ധ്യാനേരങ്ങളിലും നമ്മളെയൊക്കെ ഇങ്ങനെ തഴുകിത്തലോടുന്ന ഒരു കാറ്റുപോലെ നമ്മളുടെ മുമ്പിലൂടെ ജീവിച്ചുപോയ പരശതം വൃക്ഷശിഖിരങ്ങൾ, അവിടെ കൂടുകൂട്ടിയ ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു. ആ മഹാവൃക്ഷങ്ങളെ CH മുഹമ്മദ് കോയ സാഹിബ് എന്നൊക്കെ നമ്മൾ വിളിച്ചു. മറ്റൊരു വൃക്ഷത്തെ PMSI പുക്കോയ തങ്ങൾ എന്ന് നമ്മൾ വിളിച്ചു. മറ്റൊരു മഹാവൃക്ഷത്തെ കായിദുൽ ഖൗം എന്ന് നമ്മൾ വിളിച്ചു. മറ്റൊരു മഹാവൃക്ഷത്തെ ഖായിദെ മില്ലത്ത് എന്ന് നമ്മൾ വിളിച്ചു. അങ്ങനെ സീതി ഹാജിയായിട്ടും സീതി സാഹിബായിട്ടും ഉപ്പി സാഹിബായിട്ടും പോക്കർ സാഹിബായിട്ടും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആ വിശ്വരൂപങ്ങൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. ആ മരച്ചോട്ടിലാണ് ഇന്ന് നമ്മളിങ്ങനെ തണല് കൊള്ളുന്നത്. ആ മരത്തിൻ്റെ ചോട്ടിലാണ് ഇന്ന് നമ്മൾ കൂടുകൂട്ടിയത്. ആ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നാണ് ഇന്ന് നമ്മളൊക്കെ വെയിൽ കൊള്ളാതെ വിയർത്തൊലിക്കാതെ കാറ്റാസ്വദിക്കുന്നത്. അപ്പം നമ്മൾ ഈ ആസ്വദിക്കുന്ന കാറ്റിൻ്റെ പിറകിൽ, നമ്മൾ ഈ കൊള്ളുന്ന തണലിൻ്റെ പിറകിൽ, നമ്മൾ ഈ ചൂടിയ കൊടയാകുന്ന ഹരിതവൃക്ഷത്തിൻ്റെ പിറകിൽ വലിയ മാമരങ്ങളുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള മാമരങ്ങൾ കേരളത്തിൽ പിറവിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഉത്തരേന്ത്യക്കാരനെ പോലെ, രാജസ്ഥാനിയെ പോലെ, ജാർഖണ്ഡുകാരനെ പോലെ, ബംഗാളിയെ പോലെ, അസാമിയെ പോലെ, പൂനെക്കാരനെ പോലെ, ബീഹാറുകാരനെ പോലെ അഭിനവ മലയാളിക്ക് വെയിൽ കൊള്ളാതെ ജീവിക്കേണ്ടി വന്നത്. ഞാൻ ഉദ്ദേശിച്ച വെയിലും ഞാൻ ഉദ്ദേശിച്ച മരങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. കാരണം ആ ഒരു ശീതളിമ അനുഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഈ ചീക്കോട് പഞ്ചായത്തിൻ്റെ 50 നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ നിന്നും ഇപ്പുറത്തു നിന്നും ഒക്കെയുള്ള ചരിത്രങ്ങളെ വീരേതിഹാസത്തോടുകൂടെ നമ്മൾ അപഗ്രഥനം നടത്തുമ്പോൾ നമ്മുടെ ഇന്നലകളെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ആ ഇന്നലകളിൽ നിന്ന് കിട്ടിയ ഇന്ധനക്ഷമത കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഗ്രാസ് റൂട്ട്, അത് അതിൻ്റെ കൈവഴികൾ ചെന്നെത്തുന്ന ഇടങ്ങളെ നമ്മൾ കണ്ടെത്തി ചരിത്രത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായി മാറാൻ നമ്മുടെ വളർന്നു വരുന്ന ഇളം തലമുറകളെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതുണ്ട്. CH സെൻറ്ററിൻ്റെ ഒരു 10ാം വാർഷികത്തിൻ്റെ മുറ്റത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കൂടിയിരിക്കുമ്പോൾ നമുക്കുള്ളൊരു ദൗത്യം, നമ്മളൊക്കെ നമ്മളായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മുടി തല നിറച്ചുപോയ കാരണവന്മാർ ഇനി ഹരിത രാഷ്ട്രീയത്തെ കൂടുതലൊന്നും ഉൾക്കൊള്ളേണ്ടതില്ല. അവരിൽ നിന്ന് ഒരു തലമുറയാണ് ഇനി ഉൾക്കൊള്ളേണ്ടത്. കാരണം വളർന്നു വരുന്ന ഒരു തലമുറയുടെ കയ്യിലേക്ക് ഒരു ദീപശിഖ പോലെ ഇതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടാതെ, ഈ പച്ചമരത്തിന് ഒരു ഉണക്കം സംഭവിക്കാതെ നമ്മൾ വിട പറഞ്ഞു പോകുന്നതിൻ്റെ മുൻപ് ഒരു കൈത്തിരി പോലെ അവർ കയ്യിലേക്ക് ഇതിനെ പകർന്നു നൽകുക എന്ന ദൗത്യമാണ് ഇനി നമ്മുടെയൊക്കെ മുന്നിലുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആർദ്രമായി, കമനീയമായി, ചാരുതയാർന്ന ഒരു സ്വഭാവത്തിലൂടെ ജനപദങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ കൊടപ്പനക്കൽ കോലായിയുടെ അഷ്ടംഭുജ മേശയുടെ അപ്പുറത്തിട്ടിരുന്ന ഒരു കസേരയിൽ ഇരുന്ന് ജാതിയെന്നോ മതമെന്നോ മേൽവിലാസമോ തൊലിവെളുപ്പോ തൊലിനിറമോ തറവാടോ ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട്
അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു സമ്മതവും വാങ്ങാതെ കയറി ചെന്നിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവറുകൾ എങ്ങനെയാണ് ഇവിടെ ഒരു തങ്ങളായി മാറിയത്, എങ്ങനെ ഒരു ലീഡറായി മാറിയത്? തങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായിരുന്നു? നോട്ട് ഓൺലി എ കിങ് ബട്ട് ആൾസോ കിങ് മേക്കർ. തങ്ങളവറുകൾ ഒരു രാജാവ് മാത്രമായിരുന്നില്ല, തൻ്റെ മന്ദഹാസത്തിലൂടെ ഒരുപാട് രാജാക്കളെ നിർമ്മിക്കുകയായിരുന്നു. തൻ്റെ ചാരുതയാർന്ന ഇടപെടലുകളിലൂടെ ഒരുപാട് സാമ്രാട്ടുകളെ നിർമ്മിക്കുകയായിരുന്നു. തങ്ങളവറുകൾ എവിടെയെങ്കിലും ഘോരമായ മൈതാന പ്രസംഗം നടത്തുന്നത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? തങ്ങളവറുകൾ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിലോ ഒരു പൊതുയോഗത്തിലോ പൊട്ടിത്തെറിക്കുന്നത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? തങ്ങളവറുകളുടെ കയ്യിൽ ഉഗ്രമായ ശബ്ദങ്ങളില്ലായിരുന്നു. തങ്ങളവറുകളുടെ കയ്യിൽ മറ്റേതെങ്കിലും മെയ്വഴക്കങ്ങളുടെ തത്വശാസ്ത്രങ്ങളില്ലായിരുന്നു. തങ്ങളവറുകൾ കൊണ്ടു നടന്ന രസതന്ത്രം എന്ന് പറയുന്നത് ഐതിഹാസികമായ ക്ഷമയായിരുന്നു, ഐതിഹാസികമായ കരുണയായിരുന്നു, അയത്നലളിതമായ സമത്വമായിരുന്നു, ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയമായിരുന്നു. മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു മുസ്ലിം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ, മുസ്ലിം യൂത്ത് ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ എല്ലായിടത്തും മുസ്ലിം എന്ന പേരിൻ്റെ കൂടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ അറിയപ്പെട്ടിട്ട് ദളിതനിലേക്ക്, അവാന്തര വിഭാഗങ്ങളിലേക്ക്, നമ്മുടെ സഹോദര മതസ്ഥരിലേക്ക്, എല്ലാവരിലേക്കും ഇറങ്ങിച്ചിരിക്കാൻ. അപ്പം എന്താണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ രാഷ്ട്രീയം? മുസ്ലിം ലീഗുകാരൻ പഠിപ്പിക്കണമെന്നാണ് ആ ദൗത്യം. സൗദി അറേബ്യയിലുള്ള ഒരു മുഫ്തി എന്താണ് ഇസ്ലാമിനെ പറ്റി ഫത്വ കൊടുക്കുന്നത് എന്ന് നമ്മുടെ സഹോദര മതസ്ഥൻ പഠിക്കാൻ പോകൂല. ഖുർആനിൻ്റെ ഭാഷാന്തരം ചെയ്യപ്പെട്ട ഒരു കോപ്പി ചിലപ്പോൾ നമ്മുടെ സഹോദര മതസ്ഥൻ വായിച്ചിട്ട് ഇസ്ലാമിനെ ഗ്രഹിക്കാൻ അവൻ സാഹസം കാണിച്ചു കൊള്ളണം എന്നില്ല. പിന്നെ നമ്മളോട് ഓരം പറ്റി നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര മതസ്ഥൻ പഠിക്കുന്ന മുസ്ലിം, അത് മുസ്ലിം ലീഗുകാരൻ്റെ ഉള്ളിലുള്ള മുസ്ലിമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മുസ്ലിം ലീഗുകാരൻ ഒരു മഹല്ലിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും ഒരു കുടുംബ തത്വ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവനാണെങ്കിലും എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ മഹല്ല് ജമാഅത്തിൻ്റെ പരിധിയിൽപ്പെട്ട സഹോദര മതസ്ഥൻ, ഞാൻ ആഘോഷിക്കുന്ന പെരുന്നാളിന് അവന് മൊഞ്ചുള്ളൊരു വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിൽ, അവന് രുചിക്കൂട്ടുള്ള ഒരു വിഭവം എനിക്ക് കൈമാറാൻ സാധ്യമായിട്ടില്ലെങ്കിൽ, എൻ്റെ മതത്തിൻ്റെ, എൻ്റെ പ്രവാചകൻ ഉദ്ഘോഷിച്ച, എൻ്റെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നെ പഠിപ്പിച്ച പെരുന്നാൾ എനിക്കു കിട്ടിയിട്ടില്ല എന്ന് കട്ടായത്തോടെ തീർച്ചപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ ഐതിഹാസികമായ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനവും നമ്മൾ പിൻപറ്റി മുന്നോട്ട് പോകുന്ന വിശുദ്ധ പ്രവാചക തിരുമേനിയുടെ തിരുചര്യയും അനുബന്ധം കുറിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ട് കൈവഴിയല്ല, ഇതൊന്ന് തന്നെയാണ്. അത് പഠിപ്പിച്ചു സയ്യിദ് മുഹമ്മദ് കോയ സാഹിബ് അല്ലേ? പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന്, ഉമ്മത്തിൻ്റെ കൂടെ നിന്ന്, സഹോദര മതസ്ഥരെ ചേർത്ത് പിടിച്ച് ഇസ്സത്തുള്ള ഒരു മുസ്ലിമാവാൻ, മതേതര ബോധമുള്ളൊരു മുസ്ലിമാവാൻ എത്ര സ്ഥലങ്ങളിലാണ് സയ്യിദ് മുഹമ്മദ് കോയ സാഹിബ് രായിക്ക് രാമാനം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് അല്ലേ? അപ്പം നമുക്കുള്ള ഊർജം നമ്മുടെ ഗതകാല ചരിത്രങ്ങളാണ്. നമ്മൾ ഈ ഇടവഴികളിലൂടെ നടന്ന് അടഞ്ഞുപോയൊരു വാതിലുകളെ കുറേ തുറന്ന് വീണ്ടും പിന്നാമ്പുറങ്ങളിലേക്ക്, നമ്മുടെ പശ്ചാത്തല ചരിത്രങ്ങളിലേക്ക് ഒരു കുതുകിയെ പോലെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വളം നൽകിയ, നമുക്ക് വെളിച്ചം നൽകിയ, പ്രാണവായു പോലെ നമ്മെ ഉള്ളിലെ ഇടനെഞ്ചിലെ ഒരു മിടിപ്പ് പോലെ കൊണ്ട് നടന്ന സയ്യിദ് മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമാണ് അല്ലേ? എത്ര സ്ഥലങ്ങളിലാണ് സിയച്ചിൻ്റെ പദപ്രയോഗങ്ങൾ, എത്ര ആളുകളാണ്, നമ്മുടെ എത്ര സഹോദര മതസ്ഥരാണ് ഏറ്റുപിടിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ അടുത്താണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവറുകളെ അനുസ്മരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു പോയത്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും കൈതപ്രം ദാമോദരം നമ്പൂതിരിയും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. അല്ലെങ്കിലും തങ്ങളെന്ന ആ ഒരു കുലീനമായ ഒരു മനുഷ്യൻ്റെ സ്ഥാനത്തെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ, ചരിത്രത്തെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. എങ്ങനെ ഇൻക്ലൂസീവ് ആകണം അല്ലേ? നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരുപാട് ചരിത്ര പദങ്ങളെ ഒരു മുത്തശ്ശിയെ പോലെ കണ്ട് ഒഴുകിപ്പരന്നു പോയ ഓളങ്ങളുടെ കമനീയമായ മാതാവ് ചാലിയാർ പുഴയാണ്. ചാലിയാർ പോലെ കേരളത്തിൽ ഒരുപാട് പുഴകളുണ്ട്. ഈ പുഴകളുടെ പ്രത്യേകത എന്താണ്?
ഇൻക്ലൂസീവാണ്, അക്കോമഡേറ്റീവാണ്. പുഴ എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു പെണ്ണാണ് എന്നാണ്. അതുകൊണ്ടാണ് ഭാരത സംസ്കാരങ്ങളിൽ മിക്ക പുഴകൾക്കും സ്ത്രീയുടെ നാമങ്ങളാണ്. ബ്രഹ്മപുത്രയാകട്ടെ, നിളയാകട്ടെ, ഗംഗയാവട്ടെ, കാവേരിയാകട്ടെ, യമുനയാകട്ടെ, ഇതൊക്കെ സ്ത്രീനാമങ്ങളാണ്. എന്നാൽ അതൊക്കെ സാക്ഷാൽ നിമ്നകച്ചോലകളുടെ, ആറുകളുടെ, പുഴകളുടെ, സരിത്തുകളുടെ നാമങ്ങളാണ്. ആ പുഴകൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഒരു സ്ത്രീ പോലെയാണ് പുഴ, അല്ലെങ്കിൽ പുഴ ഒരു സ്ത്രീയാണ്. ഒരു 40 വയസ്സുള്ള ഒരു എന്തിനും പോകുന്ന ബാല്യകാരൻ ഹിറായിലേക്ക് കയറിപ്പോയതിനെ ഉപചാരപൂർവം നമ്മൾ ഓർക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ പുണ്യ റബീഇന്റെ ധന്യമായ ഈ മാസവും ഈ നിമിഷവും, അല്ലേ? എന്തിനും പോന്ന 40കാരൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ജിബ്രീൽ മാലാഖയുടെ അലൈഹിസ്സലാം ഒരു പിടുത്തത്തിൽ അമർന്നുപോയത്. ഇറങ്ങി വരുമ്പോൾ ആദ്യം തന്നെ വിളിക്കുന്നത് നാട്ടുകാരെയല്ല, കൂട്ടുകാരെയല്ല, സുഹൃത്തുക്കളെയല്ല, അയൽവാസികളെയല്ല. സമ്മിലൂനി യാ ഖദീജ, എൻ്റെ പ്രിയപ്പെട്ട നല്ല പാതിയായ ഖദീജ, എന്നെ ഒന്ന് പുതപ്പ് മൂടി തരൂ. നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരെ കാണാറുണ്ട്, മുസ്ലിം ലീഗിൻ്റെ വോളണ്ടിയേഴ്സിനെ കാണാറുണ്ട്, വൈറ്റ് ഗാർഡിനെ കാണാറുണ്ട്, ഒരുപാട് പ്രവർത്തകരെ കാണാറുണ്ട്. എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ അവരിങ്ങനെ ധന്യതയാർന്ന ജീവിതത്തിനെ രൂപപ്പെടുത്തിയെടുക്കാൻ. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ പാലീവ് എന്ന സ്പാനിഷ് ഭാഷയുടെ അർത്ഥം പുതപ്പ് എന്നാണ്. അപ്പോൾ പാലിയേറ്റീവ് എന്നാൽ നമ്മൾ പുതപ്പാവാൻ, ഒരു പാലിയേറ്റീവിൻ്റെ പ്രവർത്തകനാവാന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതപ്പാവാൻ. മുസ്ലിം ലീഗുകാരൻ അങ്ങനെ ഓരം പറ്റി നിൽക്കുന്ന അരുവൽക്കരിക്കപ്പെട്ട ജന്മങ്ങളുടെ പുതപ്പാകാൻ വേണ്ടി കടന്നു വന്ന ജന്മമാണ്, അല്ലേ? അത് തന്നെയാണ് പ്രവാചക തിരുമേനി തൻ്റെ ഭാര്യയോട്, ഖദീജ ബീവിയോട് പറയുന്നത്. സമ്മിലൂനി യാ ഖദീജ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നു ഖദീജ, എന്നെ ഒന്ന് പുതപ്പ് മൂടിത്തരൂ. ഞാൻ വിഷണ്ണനാണ്, ഞാൻ വിഷമിക്കുകയാണ്, അല്ലേ? എൻ്റെ ശരീരം ഇങ്ങനെ വിറകൊള്ളുകയാണ് എന്നാണ് മഹദിയായ ഖദീജ ബീവിയോട് പുണ്യപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നമ്മൾ പുതപ്പാകാനുള്ളവരാണ്. CH സെൻ്ററിൻ്റെ പ്രവർത്തകരും CH സെൻ്ററിനോട് ചേർന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികളും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും കമ്പിളി പുതപ്പുകളാകാനുള്ളതാണ്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ വാരിപ്പുണരാൻ, അവരുടെ അവശതയെ ദൂരീകരിക്കാൻ, അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ചരിത്രപരമായ ദൗത്യങ്ങൾ ഉണ്ട് എന്നർത്ഥം.